പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇത് പുലർച്ചെയാണ്, വ്യാഴാഴ്ച പുലർച്ചെയാണ് വീഡിയോ എടുക്കുന്നത്. ഇതെടുത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവാണ്. തിരുവനന്തപുരം വെട്ടുകാട് പള്ളിയിലേക്കും. നാളെ നമ്മുടെ ദൈവസഹായം പിള്ളയുടെ അടുത്തേക്കുമാണ് യാത്ര. അപ്പം ഞാനുണ്ട്, ബേബി പോൾ മാഷുണ്ട്, അഖിലുണ്ട്. ഞങ്ങൾ 3 പേര് ഒരു തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നല്ല മഴയൊക്കെ ഉണ്ട്, ഈ പ്രഭാതത്തിൽ നല്ല മഴയൊക്കെ ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന്. പിന്നെ നാളെ നമുക്കറിയാലോ അല്ലേ, ഈശോയുടെ തിരുഹൃദയ തിരുനാളാണ്. നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങളെയും മുതിർന്ന എല്ലാവരും നാളെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. തിരുഹൃദയ തിരുനാളാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ശനിയാഴ്ച മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാളാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:2. അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. അപ്പോൾ ഫലം തരാത്തത്, അതായത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അതിന് ഗൗരവമായിട്ട് എടുക്കാതെ നമ്മൾ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ തോന്നിയില്ലെങ്കിൽ പ്രാർത്ഥിക്കില്ല, ഈ രീതിയിലാണ് ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. അപ്പോൾ രണ്ടും തോന്നിയ പോലെ ആത്മീയ ജീവിതത്തെ ഗൗരവമായിട്ടെടുക്കാത്ത ഒരു വ്യക്തിയുടെ കർത്താവ് മാറ്റും എന്നാണ് പറയുന്നത്. അതായത് അവൻ്റെ ജീവിതത്തിൽ ഈശോയെ അനുഗമിക്കാൻ പറ്റാത്ത ഒരവസ്ഥ സംജാതമാകും. എന്നാൽ ഈശോയെ ഗൗരവമായിട്ട് എടുക്കുന്ന വ്യക്തിയെ ഒരു പടി കൂടി കൃപയിലേക്ക് വരുത്തുന്ന വഴികൾ നമ്മുടെ കർത്താവ് നമുക്കായി ഒരുക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നാളെ തിരുഹൃദയ തിരുനാളിൽ നാളെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ ഒരു പടി കൂടി ഞങ്ങൾ ഒരുക്കണമേ, ഒരു പടി കൂടി ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, നല്ല ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ, ഉന്നതമായ ബോധ്യങ്ങൾ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.